പ്രേക്ഷകർക്കും എസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലാ ടൗണിന് വളരെ അടുത്തുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അതും ഒരു മീഡിയം ബഡ്ജറ്റുള്ള 4 ബെഡ്റൂം വീടാണ്. പാലാ തൊടുപുഴ റൂട്ടിലെ പാലാ പ്രവിത്താനം ടൗണിൽക്കിടയിലായിട്ട് വരുന്ന നല്ലൊരു പ്രോപ്പർട്ടി. പാലായിൽ നിന്ന് 2.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. പ്രവിത്താനം ടൗണിലേക്ക് 1.5 കിലോമീറ്ററാണ് ദൂരം. പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് പണിതഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വീട്. 12 സെൻറ്റ് സ്ഥലമുണ്ട്. 1800 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ചിരിക്കുന്ന വീടിന് 4 ബെഡ്റൂമുകളുണ്ട്. 3 അറ്റാച്ച്ഡ് ബാത്റൂമുകളും ഒരു കോമൺ ടോയ്ലറ്റുമുണ്ട്. വെള്ളപ്പൊക്കമൊന്നും ഒരിക്കലും ബാധിക്കരുത് നല്ലൊരു പ്രദേശത്തിരിക്കുന്ന നല്ലൊരു വീടാണിത്. പുതുപുത്തൻ വീടാണ്. നമുക്ക് നല്ല ഭംഗി പണിയെടുപ്പിച്ചിരിക്കുന്ന വീട്. മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോണൊക്കെ പാകി വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. ചോദിക്കുന്ന വില 78 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശദമായ വീട്ടിലേക്ക് ഒന്ന് പോകാം. മനോഹരമായി പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു ഒറ്റ നല്ല വീടാണിത്. നല്ലൊരു ലുക്കിൽ ഒരു വ്യത്യസ്തമായ ഡിസൈനിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു വീടാണ്. പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വീട്. 12 സെൻറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് 1800 സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണം. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ 2000-ന് മുകളിലേക്ക് ഓളം തോന്നിക്കുന്ന നല്ലൊരു വീടാണ്. പാലാ ടൗണിൽ നിന്ന് ഏകദേശം 2.5 കിലോമീറ്റർ മാത്രം മാറി നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത മനോഹരമായ പ്രദേശത്തിരിക്കുന്ന നല്ലൊരു വീടാണിത്. നല്ലൊരു എലിവേഷൻ കൊടുത്തിരിക്കുന്നു. നല്ലൊരു വ്യത്യസ്തമായ ഡിസൈനിൽ വളരെ മോഡേൺ സ്റ്റൈലിൽ തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്ന വീട്. നല്ല വിശാലമായ മുറ്റമൊക്കെയാണ്. കോമ്പൗണ്ടൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോണൊക്കെ പാകി ഗ്രാസൊക്കെ പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. വീതിയേറിയ ഗേറ്റാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. സ്ലൈഡിംഗ് ഗേറ്റ്, വീതിയേറിയ സ്ലൈഡിംഗ് ഗേറ്റ് കൊടുത്തിരിക്കുന്നു. അപ്പം നല്ല അയൽവക്കങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഏരിയയിലാണ് ഈ വീട് വന്നിരിക്കുന്നത്. നമുക്ക് മുറ്റത്തേക്ക് പ്രവേശിക്കാം. വിശാലമായ മുറ്റമാണുള്ളത്. മുറ്റം മുഴുവൻ നാച്ചുറൽ സ്റ്റോണൊക്കെ പാകി ഗ്രാസൊക്കെ പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കിയിരിക്കുന്നു. നേരെ മുൻഭാഗത്തായിട്ട് ഒരു എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വശത്തേക്ക് തുറക്കാവുന്ന ഗേറ്റ് കൂടിയാണ്. നല്ല ഒരു സൈഡിലേക്ക് തള്ളാവുന്നതും ഒരു സൈഡിലേക്ക് തുറക്കാവുന്നതുമായ വലിയ ഗേറ്റ് കൊടുത്തിരിക്കുന്നു. ഒരു 8-10 കാറുകളൊക്കെ വന്നാൽ പോലും പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള വിശാലമായൊരു മുറ്റമാണ് ഈ വീടിനുള്ളത്. അപ്പോൾ ഒരു എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ട് വന്നിരിക്കുന്നു. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ മെയിൻ ഡോർ വന്നിരിക്കുന്നത്. തേക്കിൻ തടിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഫ്രണ്ട് ഡോർ. 2 വശത്തേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഡോർ കൊടുത്തിരിക്കുന്നു. അപ്പോൾ മുറ്റത്തിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് പെബിൾസൊക്കെ ഇട്ട് കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. കാർ പോർച്ച് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു. ഗേറ്റിൽ നിന്ന് പ്രവേശിക്കാവുന്ന രീതിയിൽ നേരെ മുൻഭാഗത്ത് തന്നെയായിട്ട് കാർ പോർച്ച് വന്നിരിക്കുന്നു. കാർ പോർച്ചിൽ നിന്ന് സിറ്റ് ഔട്ടിലേക്ക് പ്രവേശിക്കാനായി സ്റ്റെപ്പുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ നമുക്ക് പച്ചക്കറികളൊക്കെ നടാൻ അല്ലെങ്കിൽ അത്യാവശ്യം ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വിശാലമായ മുറ്റമാണ് ഈ വീടിനുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായി നമ്മുടെ കിണർ വന്നിരിക്കുന്നു. വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു മേഖലയാണ്. വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടൽ പോലുള്ള യാതൊരു പ്രശ്നങ്ങളും ബാധിക്കില്ലാത്തൊരു ഏരിയയാണ്. വീടിന് ചുറ്റും ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. ഇപ്പോൾ നമുക്കിവിടെ തെങ്ങിൻ തൈയൊക്കെ നടാനായി കുഴി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫലവൃക്ഷങ്ങളോ പച്ചക്കറികളൊക്കെ നടാനുള്ള സ്പേസ് നമുക്ക് വീടിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. കോമ്പൗണ്ടെല്ലാം കെട്ടിത്തിരിച്ച് വളരെ ഭംഗിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന ഡോറ് ഈ ഒരു ഭാഗത്താണ്, പുറകുവശത്താണ് വന്നിരിക്കുന്നത്. ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്. ടെറസിൽ സെറാമിക് ഓട് കൊണ്ടാണ് റൂഫ് വർക്ക് ചെയ്തിട്ടുള്ളത്. പുറകുവശത്തേക്ക് ജി ഷീറ്റ് കൂടി കൊടുത്തിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടെറസാണുള്ളത്. പകുതി മുക്കാൽ ഭാഗത്തോളം റൂഫ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗം ഓപ്പൺ ആയിട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. മുൻഭാഗവും സൈഡ് വശങ്ങളും മുഴുവൻ സെറാമിക് ഓട് കൊണ്ടും പുറകുവശത്തേക്ക് ജി ഷീറ്റും കൂടി കൊടുത്തിരിക്കുന്നു. വീണ്ടും നമ്മൾ താഴേക്ക് വന്നു കഴിയുമ്പോൾ മുറ്റത്തിൻ്റെ ഈ ഒരു കോർണറായിട്ട് അലക്ക് കല്ലും അതോടൊപ്പം ടാപ്പ് കൂടി കൊടുത്തിരിക്കുന്നു. ഒരു ഈന്ത് മരം ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. നേരത്തെ പറമ്പിലുണ്ടായിരുന്നൊരു മരം അതേപടി ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ വീടിന് ചുറ്റും ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. നമ്മൾ സൈഡുകളിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ അറിയാം ഇഷ്ടംപോലെ സ്പേസ് നമുക്കുണ്ട്. അപ്പോൾ അത് മുൻഭാഗത്ത് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അപ്പം മുൻഭാഗത്ത് നമുക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെയുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സൈഡുകളിൽ നല്ല പെബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഏരിയയിലാണ് ഈ വീട് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ കോമ്പൗണ്ട് എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോകാം. സിറ്റ് ഔട്ടും സ്റ്റെപ്പുകളും എല്ലാം ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു. ഒരു എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ്. അപ്പോൾ നമുക്ക് കാർ പോർച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടി സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു കോർണറിൽ നിന്ന് സ്റ്റെപ്പുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടികൾ കാർ നിർത്തിച്ച് ഈ വഴിക്ക് സ്റ്റെപ്പ് വഴി നമുക്ക് നേരെ വീട്ടിലേക്ക് പ്രവേശിക്കാം. അപ്പം വളരെ ഭംഗിയായിട്ട് നല്ല ക്വാളിറ്റി തന്നെ പണിയെടുപ്പിച്ചിരിക്കുന്ന വീടാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് കൂടി പോകാം. വിശാലമായൊരു ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹാളാണ്.
നേരെ മുൻഭാഗത്തായി ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയേറിയ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ഫാൻസി ലൈറ്റുകൾ, ഫാനുകൾ, നല്ല സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായി ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം തടിയിൽ തന്നെയാണ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. തേക്ക്, ആഞ്ഞിലി തുടങ്ങിയ തടികളാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഭാഗത്തൊരു ബെഡ്റൂമുണ്ട്, അത് കണ്ടിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇതൊരു വലിയ ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ എല്ലാ ഡോറുകൾ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളിലും എ സിക്കുള്ള പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമുകളാണുള്ളത്. ഡ്രസ്സിങ് ഏരിയയിൽ നല്ല ഭംഗിയേറിയ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. അതും തടിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ബെഡ്റൂമിനുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. വീണ്ടും നമ്മൾ ലിവിങ് ഏരിയയിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അടുത്തത് നമ്മൾ കിടക്കുന്നത് വിശാലമായൊരു ഫാമിലി ലിവിങ് ഏരിയയിലേക്കാണ്. നമ്മൾ ഡൈനിങ് ഏരിയയൊക്കെ വരുന്നത് ഇവിടെയാണ്. ഇവിടെ നേരെ മുൻഭാഗത്ത് ടി വി യൂണിറ്റ് എവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നെങ്കിൽ ഒരെണ്ണം പ്രെയർ ആക്കാം, അല്ലെങ്കിൽ ടി വി യൂണിറ്റ് നമുക്ക് രണ്ട് ഭാഗത്ത് എവിടെ വേണമെങ്കിലും വെക്കാവുന്ന രീതിയിലാണ് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും നല്ല ഭംഗിയായിട്ട് തന്നെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് ഒതുക്കി നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ അടിയിൽ കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ടാപ്പുകളൊക്കെ ജോൺസൺ ബ്രാൻഡിലുള്ളതാണ്. വാഷ് ബേസിനൊക്കെ സിംബോളോയാണ്. എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു കോമൺ ടോയ്ലറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. 4 ബെഡ്റൂമുകളിൽ 3 ബെഡ്റൂമുകൾക്ക് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു കോമൺ ടോയ്ലറ്റ് കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് കിച്ചൺ ഒന്ന് കാണാം. ഇതാണ് നല്ല കിച്ചൺ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. ഒരു മാറ്റ് ഫിനിഷുള്ള ടൈൽസാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കബോർഡ് വർക്കുകളാണ് മുഴുവനുള്ളത്. നാനോ വൈറ്റിൻ്റെ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പ്ലഗ് പോയിൻറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നു. നല്ല സൗകര്യപ്രദമായ രീതിയിലുള്ള ഒരു കിച്ചണാണുള്ളത്. നമുക്ക് ഫ്രിഡ്ജിനൊക്കെ ഉള്ള പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമുക്കൊരു വർക്ക് ഏരിയ കൂടിയുണ്ട്. ഇവിടെയും ഒരു വാഷ് കൗണ്ടർ, ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിവശത്തെ കബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുപ്പ് വെക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം കൂടി ചെയ്തിട്ടുണ്ട് ഇവിടെ. നല്ല വലിപ്പമുള്ള കിച്ചണും വർക്ക് ഏരിയയുമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമുകളിലേക്ക് കൂടി പോകാം. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. നല്ല ഭംഗിയേറിയ ഫ്ലോറിംഗ് ആണ് എല്ലാ മൊത്തം കൊടുത്തിട്ടുള്ളത്. ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം. ഇതും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇപ്പം കണ്ട രണ്ടാമത്തെ ബെഡ്റൂമാണ് അല്പം വലിപ്പക്കുറവുള്ളൂ. ബാക്കി 3 ബെഡ്റൂമുകളിൽ നല്ല വിശാലമായ ബെഡ്റൂമുകളാണ്. ഇതും നല്ല വലിയൊരു ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂംസ് ആണുള്ളത്. ഈ ഭാഗത്താണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ വരുന്ന ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം. 2 സൈഡിലുമായി വലിയ ജനലുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മാത്രമാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്തത്. തൊട്ട് ചേർന്ന് കോമൺ ടോയ്ലറ്റ് ഇതിന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ വളരെ സൗകര്യപ്രദമായിട്ട് മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ചിരിക്കുന്ന നല്ലൊരു വീടാണിത്. പാലാ തൊടുപുഴ റൂട്ടിലെ പാലാ പ്രവിത്താനം ടൗണുകൾക്ക് ഇടയിലായിട്ട് വരുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണിത്. പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഇരിക്കുന്ന നല്ലൊരു വീട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത നല്ലൊരു പ്രദേശത്താണ് ഈ വീട് വന്നിരിക്കുന്നത്. ഒരു വ്യത്യസ്തമായ ഡിസൈനിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണ്. നമ്മൾ വീടിനകമൊക്കെ കണ്ടു കഴിഞ്ഞു. നല്ല വിശാലമായ റൂമുകളൊക്കെയാണ്. 3 ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ്, ഒരു കോമൺ ടോയ്ലറ്റ് ഉണ്ട്. 4 ബെഡ്റൂമുകളാണ് മൊത്തം ഉള്ളത്. അപ്പോൾ വീടിന് ചുറ്റും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. വീടിൻ്റെ മുറ്റം വിശാലമായ മുറ്റമാണ്. നാച്ചുറൽ സ്റ്റോണൊക്കെ പാകി ഭംഗിയാക്കിയിട്ടുണ്ട്. ഗാർഡൻ സെറ്റ് ചെയ്യാൻ അത്യാവശ്യം പച്ചക്കറികളുള്ള സ്പേസൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടൗണുകളിലേക്കൊക്കെ പെട്ടെന്ന് എത്താവുന്ന ദൂരമാണ്. 1.5 കിലോമീറ്ററിൽ പ്രവിത്താനം ടൗണിലേക്ക് എത്താം. പ്രവിത്താനം ടൗണിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റുകൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള സ്ഥലമാണ്. പാലാ ടൗണിലേക്ക് 2.5 കിലോമീറ്റർ മാത്രമാണ് ദൂരം. പാലായിലെയും ഭരണങ്ങാനത്തേക്ക് സ്കൂൾ ബസ്സുകളെല്ലാം നമുക്ക് വീടിന് തൊട്ടടുത്ത് കൂടി കടന്നു വരുന്നുമുണ്ട്.
അപ്പോൾ ഈ ഒരു വീടിന് 12 സെൻറ്റ് സ്ഥലം 1800 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം, ചോദിക്കുന്ന വില 78 ലക്ഷം രൂപ മാത്രമാണ്. ഒരു മീഡിയം ബഡ്ജറ്റ് 4 ബെഡ്റൂമാണ്, നല്ല ക്വാളിറ്റി പണി കഴിപ്പിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. നിങ്ങൾക്ക് ഈ വീടും ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാൻ സപ്പോർട്ട് ഞങ്ങൾ തരുന്നതാണ്. ഏത് ബാങ്കിൽ നിന്നും ലോൺ സൗകര്യമാണെങ്കിൽ അതും അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. വീഡിയോ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരാം.